എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അഡീഷണൽ താരിഫ് അനൗൺസ്മെൻ്റ് ആണ് കഴിഞ്ഞ ആഴ്ച വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു വീക്ക് സെൻറ്റിമെൻ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടിന്യൂസ് ആയിട്ട് ആറാമത്തെ ആഴ്ചയാണ് നമ്മുടെ മാർക്കറ്റ് വീക്കായിട്ട് ക്ലോസ് ചെയ്യുന്നത്. അതേസമയം മറ്റു മാർക്കറ്റുകൾ, അമേരിക്കൻ മാർക്കറ്റുകൾ, ജാപ്പനീസ് മാർക്കറ്റുകൾ, ചൈനീസ് മാർക്കറ്റുകൾ, ഹോങ്കോങ് മാർക്കറ്റ്, യൂറോപ്യൻ മാർക്കറ്റുകൾ, ഈ മാർക്കറ്റുകളെല്ലാം തന്നെ വീക്ക് ടു വീക്ക് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയിൽ വീണ്ടും ടെക്നോളജി സ്റ്റോക്കുകൾ മുന്നേറിയിരിക്കുകയാണ്. ടെസ്ല പുതിയ റെക്കോർഡ് ഹൈയിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആപ്പിള്, ടെസ്ല ഈ കമ്പനികൾ മുന്നേറിയിരിക്കുകയാണ്. ആപ്പിളിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.4 ട്രില്യൺ ആയിട്ട് ഉയർന്നിട്ടുണ്ട് വെള്ളിയാഴ്ച. എൻവിഡിയയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $4.46 ട്രില്യൺ ആണ്. മൈക്രോസോഫ്റ്റിൻ്റെ $3.88 ട്രില്യൺ ആണ്. അപ്പോൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ടോപ്പ് 3 കമ്പനികൾ, അതായത് മോസ്റ്റ് വാല്യുബിൾ ടോപ്പ് 3 കമ്പനികൾ, എൻവിഡിയ ഫസ്റ്റ്, സെക്കൻഡ് മൈക്രോസോഫ്റ്റ്, തേർഡ് ആപ്പിൾ. ഈ കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസസ് വീണ്ടും മുന്നേറും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് അമേരിക്കയിലുള്ളത്. അതോടൊപ്പം തന്നെ iPhone 17 കൂടി സെപ്റ്റംബറിൽ ലോഞ്ച് ചെയ്യാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കൂടി ഒരു പക്ഷേ ആപ്പിൾ സ്റ്റോക്കിന് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ടെസ്ല സ്റ്റോക്കിനെ അമേരിക്കയിൽ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ് അനലിസ്റ്റുകളെല്ലാം. അടുത്ത വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഹ്യൂമനോയിഡ് റോബോട്ടുകളും അതുപോലെ തന്നെ ഓട്ടോണോമസ് വെഹിക്കിൾ സെഗ്മെൻ്റ് ആണെന്നുള്ള വിലയിരുത്തലാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഈ സെഗ്മെൻറ്റുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ലഭിക്കാൻ പോകുന്ന ടെസ്ലയ്ക്കായിരിക്കും എന്നുള്ള റിപ്പോർട്ടാണ് അമേരിക്കയിൽ ഇത്തരത്തിലുള്ള ഒരു അപ്ഗ്രേഡിന് കാരണമാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ടെസ്ലനെ സംബന്ധിച്ച് നല്ല ഡേയ്സ് ആണ് ഹെഡ് എന്നുള്ള റിപ്പോർട്ടുകളാണുള്ളത്. ഒപ്പം ഒരവസരത്തിൽ $488 പെർ ഷെയർ വരെയൊക്കെ ടെസ്ലയുടെ സ്റ്റോക്ക് പ്രൈസ് ഉയർന്നിരുന്നു. അതിനുശേഷം അദ്ദേഹം ട്രംപുമായിട്ട് ഉടക്കിപ്പിരിഞ്ഞതിന് ശേഷമാണ് സ്റ്റോക്ക് പ്രൈസ് താഴെ പോയിട്ടുള്ളത്. $330 പെർ ഷെയറിനാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ടെസ്ല സ്റ്റോക്ക് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വൊളാറ്റിലിറ്റി ഉണ്ടാക്കിയിട്ടുള്ള മറ്റൊരു ന്യൂസ്, ഗോൾഡ് പ്രൈസിൽ വലിയ രീതിയിൽ വൊളാറ്റിലിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത് അമേരിക്ക സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഗോൾഡിന്മേൽ 39% താരിഫ് ഏർപ്പെടുത്തും എന്നുള്ളൊരു ന്യൂസ് വന്നിരുന്നു. ആ ന്യൂസ് വന്നതിന് ശേഷം ഗോൾഡ് ഫ്യൂച്ചേഴ്സ് പ്രൈസ് അമേരിക്കയിൽ അറൗണ്ട് $130 ആണ് മുന്നേറിയത്. $3534.1 പെർ ഔൺസ് വരെ കോമെക്സിൽ ഗോൾഡ് ഫ്യൂച്ചേഴ്സ് ഒരവസരത്തിൽ ഉയർന്നിരുന്നു. പക്ഷേ ക്ലോസ് ചെയ്തിരിക്കുന്ന $3491.3 പെർ ഔൺസിനാണ്. അമേരിക്കയിലെ ഈ ന്യൂസ് ഡിനേ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഗോൾഡ് പ്രൈസിൻ്റെ പ്രീമിയം, ഗോൾഡ് ഫ്യൂച്ചേഴ്സ് പ്രീമിയം കൂടി തന്നെയാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ഗോൾഡ് $397.6 പെർ ഔൺസിനാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. വീക്ക് ടു വീക്ക് ബെറ്ററാണ്. മറ്റ് കമ്മോഡിറ്റികൾ സിൽവർ, അലുമിനിയം, സിങ്ക്, അയൺ ഓർ, ഈ കമ്മോഡിറ്റികളും വീക്ക് ടു വീക്ക് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ താഴെയാണ്, $66.6 പെർ ബാരൽ ാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ ഗ്യാസും താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ റുപ്പി $US അഗൻസ്റ്റ് ആയിട്ട് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. 87.61 രൂപ പെർ ഡോളറിലാണ്. ഇനി വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ ഡാറ്റ വന്നിട്ടുണ്ട്. സെൻട്രൽ ബാങ്കുകളുടെ ഗോൾഡ് ബൈങ്ങിനെ കുറിച്ചാണ്. സെൻട്രൽ ബാങ്കുകൾ ജൂലൈ മാസത്തിൽ വീണ്ടും ഗോൾഡ് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ്. ചൈനീസ് സെൻട്രൽ ബാങ്ക് 2 ടൺ ഗോൾഡാണ് ജൂലൈയിൽ വാങ്ങിയിട്ടുള്ളത്. ടോട്ടൽ ഇപ്പോൾ അവർ ഹോൾഡ് ചെയ്യുന്ന 2300 ടൺ ഗോൾഡാണ്. ചൈനീസ് ഫോറക്സ് റിസർവ് $3.3 ട്രില്യൺ ആണ്. അതോടൊപ്പം തന്നെ ഗ്ലോബലി ഗോൾഡ് ETF-കളും 22.8 ടൺ ഗോൾഡ് ജൂലൈ മാസത്തിൽ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് റിപ്പോർട്ടാണ്. ഇനി അമേരിക്കയിലെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഗോൾഡിന്മേൽ 39% താരിഫ് ഇമ്പോസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയിൽ ഗോൾഡ് പ്രൈസ് പ്രീമിയത്തിൽ ട്രേഡ് ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. അതിനനുസരിച്ച് ഗ്ലോബൽ മാർക്കറ്റിലും ഒരുപക്ഷെ പ്രീമിയം കൂടാനുള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ ഗോൾഡിൻ്റെ പ്രൈസ് കൂടാനുള്ള സാധ്യതകളുണ്ട്.
ഇനി മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അഡീഷണൽ താരിഫ് ന്യൂസ് ഫ്ലോസ് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിൽ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് അമേരിക്കയിലേക്ക് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന അപ്പാരൽസ് അതുപോലെ തന്നെ മറ്റ് ഐറ്റംസൊക്കെ ഡീൽ ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് വളരെ നെഗറ്റീവ് ന്യൂസാണ്. ടെമ്പററി ആയിട്ടാണെങ്കിൽ പോലും അത്തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൾറെഡി നമ്മൾ ഏറ്റവും കൂടുതൽ ദൃശ്യമായിട്ടുള്ള അപ്പാരൽ സെഗ്മെൻറ്റിലാണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ അപ്പാരൽസ് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഗോകുൽദാസ് എക്സ്പോർട്സ്, കീടെക്സ്, അതുപോലെ തന്നെ വർദ്ധമാൻ ടെക്സ്റ്റൈൽസ്, വെൽസ്പൻ ലിവിങ്, പേൾ ഗ്ലോബൽ, ഇൻഡോ കൗണ്ട് ഇൻഡസ്ട്രീസ്, ഈ കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസസിലൊക്കെ വലിയ രീതിയിലുള്ള ഇടിവ് വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ. ഒരുപക്ഷെ കുറച്ചുകൂടി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം കീടെക്സ് പോലുള്ള കമ്പനികൾ പറയുന്നത് അവർ ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്കും കൂടി എൻ്റർ ചെയ്യാൻ പോകാമെന്നാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. കീടെക്സ് മാനേജ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റും വളരെ പോസിറ്റീവാണ്. വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റുകൾ ഇന്ത്യൻ കൺസ്യൂമേഴ്സിന് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിലും നല്ല രീതിയിൽ സെയിൽസ് കിട്ടും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് ഈ കമ്പനിക്കുള്ളത്. വളരെ പ്രോമിസിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കമ്പനി മാനേജ്മെൻറ്റിൽ നിന്ന് വന്നിരിക്കുന്നത്. വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ കൂടിയായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ഇന്ത്യ എൻട്രി. ഒപ്പം നമ്മൾ ഒമാനുമായിട്ടൊരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ താരിഫ് റിലേറ്റഡ് നെഗറ്റീവ് ഇമ്പാക്റ്റിൽ നിന്ന് ഒരു ഇൻസുലേഷൻ കിട്ടാൻ വേണ്ടിയുള്ള പല ഡീലുകളിലും ഇന്ത്യ ഗവൺമെൻറ് അടുത്ത ദിവസങ്ങളിൽ ഏർപ്പെടും എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം സ്റ്റാർലിങ്ക് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അവരുടെ മേജർ മാർക്കറ്റുകളിൽ ഒന്ന് കെനിയ ആയിരുന്നു. ഈ കലണ്ടർ ഇയറിൽ Q1 കെനിയയിലെ ഒരു 10% സബ്സ്ക്രൈബേഴ്സിന് ലൂസ് ചെയ്തിരിക്കുകയാണ്. ഈ സബ്സ്ക്രൈബേഴ്സ് എല്ലാം തന്നെ ട്രഡീഷണൽ ടെലികോം കമ്പനികളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കാരണം ഹയർ ഫീസ്, അതുപോലെ തന്നെ വളരെ സ്ലോ ആണ് ഈ സ്റ്റാർലിങ്കിൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷൻ എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിലും അവർ എൻട്രിയാണ്. ഇന്ത്യയിലും കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാർക്കറ്റിലുള്ള ടെലികോം ജയൻസിനോടാണ്. എത്രത്തോളം ആ കോമ്പറ്റീഷൻ സ്റ്റാർലിങ്കിന് ഗുണകരമാകുമെന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ പുറത്ത് വന്നിട്ടുള്ള Q1 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് റിസൾട്ടുകൾ എന്ന് പറയുകയാണെങ്കിൽ സാൽസെൽ ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ സ്വീക്കൻ സയൻറ്റിഫിക് ഒക്കെയാണ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് Q1 റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഈ സ്റ്റോക്കുകളിലൊക്കെ അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് അടുത്ത ദിവസങ്ങളിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ജൂലൈ മാസത്തെ FMCG സെയിൽസ് ഡാറ്റ, കൺസ്യൂമർ ഡ്യൂറബിൾ സെയിൽസ് ഡാറ്റയൊക്കെ വന്നിട്ടുണ്ട്. ജൂലൈ മാസത്തിൽ നല്ല ഗ്രോത്താണ് FMCG സെയിൽസിലും കൺസ്യൂമർ ഡ്യൂറബിൾസിലും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. നമ്മുടെ HUL അതുപോലെ തന്നെ മറ്റ് FMCG കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണിത്. അതുകൊണ്ട് തന്നെ പൊതുവെ ഈ സ്റ്റോക്കുകളൊക്കെ ഒരു പോസിറ്റീവ് റിയാക്ഷൻ നാളെ മുതൽ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ അഡാനി ഗ്രീൻ എനർജി അവരുടെ ഹൈബ്രിഡ് മോഡൽ വലിയ രീതിയിലുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഭാവിയിൽ നൽകാൻ പോകുന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതായത് ഗ്രീൻ എനർജി അവർക്ക് വിൻഡ് ഉണ്ട്, സോളാർ ഉണ്ട്, വിൻഡ് സോളാർ ഹൈബ്രിഡ് ഉണ്ട്, ഒപ്പം ബാറ്ററി എനർജി സ്റ്റോറേജ് ഉണ്ട്. ഈ മോഡലാണ് ഗ്ലോബലി വലിയ രീതിയിൽ ഗ്രോ ചെയ്യാൻ പോകുന്നുള്ള ഒരു വിലയിരുത്തലാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുന്ന അവസരങ്ങളിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് അഡാനി ഗ്രീൻ എനർജീസ് ലിമിറ്റഡ്. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ ആഴ്ചയിലത്തെ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച വീണ്ടും അവർ ബൈ ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന്. അതിനു മുമ്പ് 4 ദിവസം സെല്ലേഴ്സ് ആയിരുന്നു. 1932.81 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വെള്ളിയാഴ്ച വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫണ്ടുകൾ കണ്ടിന്യൂസ് ആയിട്ട് ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറൗണ്ട് $50 ബില്യൺ സ്റ്റോക്കുകളിലാണ് ഇന്ത്യൻ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയം നമ്മുടെ
ഡൊമസ്റ്റിക് ഫണ്ടുകളും റീറ്റെയിലേഴ്സും കൂടുകയാണെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിനേക്കാളും കൂടുതൽ ഹോൾഡിംഗ് ആണ്. അപ്പോൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് ഒക്കെ വളരെ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്ത് പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ലോങ് റണ്ണിൽ അത് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു സ്ട്രെങ്ത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച ധാരാളം ഡാറ്റകൾ വരുന്നുണ്ട്. അമേരിക്കയിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നു, ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റ വരുന്നു. ഈ ഡാറ്റകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് സെപ്റ്റംബർ മാസത്തിൽ US ഫെഡിൻ്റെ മീറ്റിംഗ് വരികയാണ്. ഇൻഫ്ലേഷൻ അമേരിക്കയിൽ കൂടുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനുള്ള സാധ്യതകളൊന്നുമില്ല. മറിച്ച് കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും സെപ്റ്റംബർ മാസത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തേക്കാം. അതിനനുസരിച്ചുള്ളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റും ഈ ഡാറ്റ വന്നതിന് ശേഷം അമേരിക്കയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രൊവൈഡഡ് ദാറ്റ് ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ് ഈ ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നതെങ്കിൽ. ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിലും ഈ ആഴ്ച കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്, ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയൊക്കെ വരുന്നുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇൻഫ്ലേഷൻ ഒരു പക്ഷേ 2% താഴെ പോകും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചും അത് പോസിറ്റീവ് തന്നെയാണ്. പൊതുവേ ഇൻഫ്ലേഷൻ കൂടാതിരിക്കുന്ന ഒരവസ്ഥ എക്കണോമിനെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. ഇനി നമ്മൾ ഗ്ലോബലി മാർക്കറ്റ് വാല്യുവേഷൻസൊക്കെ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴും നമ്മൾ ട്രേഡ് ചെയ്യുന്നത് 21 PE-യിലാണ്. അതേസമയം ചൈനീസ് മാർക്കറ്റുകൾ ട്രേഡ് ചെയ്യുന്ന അറൗണ്ട് 11-12 PE-യിലാണ്. അപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്പോൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നത് ചൈനീസ് മാർക്കറ്റുകളിലേക്കാണ്. കാരണം പ്രൈസ് ഏർണിംഗ് റേഷ്യോ നോക്കുമ്പോൾ അട്രാക്റ്റീവ് ആണ്. അതേസമയം ഇന്ത്യയുടെ വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ 21-22 PE എന്ന് പറയുമ്പോൾ ഹയർ സൈഡാണ്. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ പ്രീമിയം വാല്യുവേഷനിൽ ട്രേഡ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു വാല്യൂ ഇറോഷനും അത്ര വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നുമല്ല നൽകാൻ പോകുന്നത്. ഒപ്പം പല റിസർച്ച് ഹൗസസും പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റ് കറക്ഷൻ ഓപ്പർച്യൂണിറ്റിയാണ്, ഡിപ്പ് ബൈങ്ങിലുള്ള ഓപ്പർച്യൂണിറ്റിയാണ്, ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങാനുള്ള അവസരമാണ് ലഭിക്കുന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വിട്ടിരിക്കുന്നത്. മാർക്ക് ഫേവർ, അതുപോലെ തന്നെ ഗോൾഡ്മാൻ സാക്സ്, മോർഗൻ സ്റ്റാൻലി ഒക്കെ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ പുറത്തു വിട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന IPOs ലിസ്റ്റ് ചെയ്തിരുന്നു. NSDയിലാണ് മാസീവ് ഗെയിൻസ് കൊടുത്തിട്ടുള്ളത്. അറൗണ്ട് 67% ഗെയിനാണ് NSDലിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സിന് കിട്ടിയിട്ടുള്ളത്. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ നല്ലൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നല്ല രീതിയിൽ വീണ്ടും ലോങ് ടൈമിൽ മുന്നേറാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ് NSDയിൽ. ഒപ്പം മറ്റു സ്റ്റോക്കുകളും നല്ല ലിസ്റ്റിംഗ് ഗെയിനോട് കൂടിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ശ്രീ ലോട്ടസ് ഡെവലപ്പേഴ്സ് ആൻഡ് റിയാലിറ്റി ലിമിറ്റഡും ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ ലോങ് ടൈമിലേക്ക് കൺസിഡർ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പം ഈ ആഴ്ച ഓപ്പൺ ചെയ്യുന്ന IPOസിൽ ഞാൻ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യുന്നത് റീഗാൽ റിസോഴ്സസ് എന്ന് പറയുന്നൊരു കമ്പനിയാണ്. മെയ്സ് കൾട്ടിവേഷനും റിലേറ്റഡ് പ്രൊഡക്ട്സ് ഒക്കെയാണ് ഈ കമ്പനിയുടെ ആക്ടിവിറ്റി. അതായത് ചോളം കൾട്ടിവേഷനും ചോളം റിലേറ്റഡ് പ്രൊഡക്റ്റൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണ്. വളരെ നല്ലൊരു കമ്പനിയാണ്. 102 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. നമ്മൾ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിലും 20-30% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് റീഗാൽ റിസോഴ്സസ് ലിമിറ്റഡ്. ഇതൊക്കെയാണ് ഈ ആഴ്ചയിലത്തെ മേജർ ന്യൂസ് സോഴ്സ്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച Q1 റിസൾട്ട് സീസൺ എൻഡ് ചെയ്യാണ്. 2000-ലധികം കമ്പനികൾ ഈ ആഴ്ച Q1 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതുവരെ വന്നുള്ള റിസൾട്ടുകളുടെ ഒരു അസസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഈ വരാൻ പോകുന്ന 2000-ലധികം കമ്പനികളുടെ റിസൾട്ടുകൾ വന്നതിന് ശേഷം നമുക്കൊരു ഓവറോൾ അസസ്മെൻറ്റ് നടത്തിയതിന് ശേഷമാണ് ഏത് സ്റ്റോക്കുകളാണ്, ഏത് സെക്ടറാണ് ഔട്ട് പെർഫോം ചെയ്യാൻ പോകുന്നുള്ള കാര്യമൊക്കെ വിലയിരുത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് അത്തരത്തിലുള്ളൊരു അസസ്മെൻ്റായിട്ട് മുന്നോട്ട് പോവാം. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസ് അതുപോലെ തന്നെ റീസെൻ്റായി വന്ന് IPOs വന്ന് ലിസ്റ്റ് ചെയ്ത് വലിയ ആക്ടിവിറ്റീസ് ഇല്ലാതെ കിടക്കുന്ന ഡൊമസ്റ്റിക് കൺസംഷൻ ഡ്രിവൻ സ്റ്റോക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ അജാക്സ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് വളരെ നല്ല ഒരു കമ്പനിയാണ്. കോൺക്രീറ്റ് എക്യുപ്മെൻറ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ലിസ്റ്റിംഗ് വന്നത് നമ്മൾ ഫെബ്രുവരി മാസത്തിലാണ്, 2025 ഫെബ്രുവരിയിലാണ് ഈ കമ്പനി ലിസ്റ്റ് ചെയ്തത്. ഇതിൻ്റെ ഫേസ് വാല്യൂ വരുന്ന 1 രൂപയാണ്. 629 രൂപ പെർ ഷെയറിനാണ് IPO വന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 655-690 ലെവലിലൊക്കെയാണ്. ഈ കമ്പനീനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ അറൗണ്ട് 75-76% മാർക്കറ്റ് ഷെയർ ഉള്ളൊരു കമ്പനിയാണ്. സെൽഫ്
ലോഡിങ് കോൺക്രീറ്റ് മിക്സേഴ്സും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഇതൊന്നും തന്നെ ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് കമ്പനിയല്ല, മറിച്ച് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ രംഗം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ അജാക്സ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ മാർക്കറ്റ് താഴെ വരുന്ന അവസരങ്ങളിൽ ഈ സ്റ്റോക്ക് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പം നമ്മൾ ഓവറോൾ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ Q1 റിസൾട്ടുകൾ, ഇനി ട്രംപിൻ്റെ ഫർദർ അനൗൺസ്മെൻറ്റുകൾ, August 15 ട്രംപും പുടിനും തമ്മിൽ ഡിസ്കഷൻ വരുന്നുണ്ട്. ഉക്രൈൻ വാർ അവസാനിപ്പിക്കുന്നതായിട്ടുള്ള ഡിസ്കഷനാണെന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഡിസ്കഷൻ നടന്ന് റഷ്യ ഉക്രൈൻ വാർ അവസാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് നമുക്കും നൽകാൻ പോകുന്നത്. കാരണം അതോടുകൂടി ഈ അഡീഷണൽ താരിഫ് ഇഷ്യൂ ഒക്കെ ഇല്ലാതാവും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആഴ്ച നമ്മളെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആഴ്ച 4 ദിവസം ട്രേഡിംഗ് ഉള്ളൂ. August 15 സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് നമുക്ക് അവധിയാണ്. അതോടൊപ്പം തന്നെ August 15 തന്നെയാണ് ട്രംപും പുടിനും തമ്മിൽ ഡിസ്കഷൻ നടക്കുന്നത്. നമുക്കൊരു എക്സ്പെക്റ്റേഷനോട് കൂടിയിരിക്കാം ഈ ഡിസ്കഷൻ സക്സസ് ആയി ഉക്രൈൻ റഷ്യ വാർ അവസാനിക്കട്ടെ. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ താരിഫ് ഇഷ്യൂസും ഇല്ലാതാവും. തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. അത്തരത്തിലുള്ളൊരു ഔട്ട്കമ്മാണ് ഈ ഡിസ്കഷനിൽ നിന്ന് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അടുത്ത ആഴ്ചയിൽ നമുക്ക് മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കും. അതുവരെ നമുക്ക് ടാരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള വൊളാറ്റിലിറ്റി ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ നിഫ്റ്റി ഒരു പക്ഷേ 24,000 23,700 ലെവലിലേക്ക് വേഴ്സ്റ്റ് സെൽ ഓഫ് വരികയാണെങ്കിൽ താഴാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ ഇനി വരാൻ പോകുന്ന Q1 റിസൾട്ടുകൾ, അതുപോലെ തന്നെ ട്രംപ് പുടിൻ ഇഷ്യൂ, അതായത് ഡിസ്കഷൻ, ഇതിനനുസരിച്ചിട്ടുള്ള ഇതിൻ്റെ ഔട്ട്കംസിനനുസരിച്ചിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പം നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രോമിസിങ് ഡേയ്സ് തന്നെയാണ് നമുക്കുള്ള. ടെമ്പററി ആയിട്ട് താരിഫിൻ്റെ ഒരു സെറ്റ് ബാക്ക് ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആരും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഒരു രാഷ്ട്രത്തലവൻ മറ്റ് രാഷ്ട്രങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ബേസിൽ ഒരു ആക്ഷൻ എടുക്കുന്നുള്ള കാര്യം ഇതുവരെ നമ്മുടെ ചരിത്രത്തിലൊന്നും ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ അതിൻ്റേതായ ഇമ്പാക്റ്റ് ഒക്കെ നമ്മുടെ മാർക്കറ്റിലുണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യ ഈസ് എ ഡൊമസ്റ്റിക് കൺസംഷൻ ഡ്രിവൺ എക്കണോമിയാണ്. നമ്മൾ എക്സ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു എക്കണോമിയല്ല. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള താരിഫ് ഇഷ്യൂസൊക്കെ അതിൻ്റേതായ നെഗറ്റീവ് ഇമ്പാക്റ്റുകളൊക്കെ ഉണ്ടാക്കും. അത്തരത്തിലുള്ള ഇമ്പാക്റ്റ് ഓൾമോസ്റ്റ് ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ റിഫ്ലക്റ്റഡ് ആണ്. കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഫർദർ ഉണ്ടാവാനുള്ള ചാൻസസ് കുറവാണ്. എന്നിരുന്നാലും ഒരു കോഷൻ അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.